ഹലോ നമസ്കാരം. ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് എൻ്റെ മുഖമൊക്കെ തന്നെ വീർത്തിരിക്കണേ. അപ്പോൾ നമ്മളുടെ GM ഡയറ്റ് കഴിഞ്ഞു, ഇന്നലെ രാത്രിയോടുകൂടി അവസാനിപ്പിച്ചു. ഇന്ന് ഞാൻ വെയിറ്റ് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിലൊന്നും ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ചെയ്തില്ല. അപ്പോൾ ഞാൻ 59 kg ആയിരുന്നു. ഇപ്പോൾ എത്രയാണ് കുറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പോലെ തന്നെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആണ്. എന്തായാലും മിനിമം 3 kg കുറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു ഭാരം എൻ്റെ ബോഡിയിൽ നിന്ന് ഇറങ്ങിപ്പോയ പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ലൂസായി, വയറൊക്കെ നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് നോക്കാം. വെയിറ്റ് നോക്കിയിട്ട് ഞാൻ അത് കാണിച്ചതിന് ശേഷം പിന്നെ കുളിച്ച് ഫ്രഷായി റെഡിയായി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വെയിറ്റ് നോക്കാൻ പോവാണ്. എൻ്റെ കാല് കണ്ടിട്ട് ആരും ഞെട്ടണ്ട കേട്ടോ. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് എൻ്റെ കാലിൽ കുറച്ച് പാടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ട് പാടൊന്നും ഫുള്ളായിട്ട് പോയിട്ടില്ല. നല്ല വൃത്തിയോടാണ് കാണാനായിട്ട്. ചിലർക്കത് കാണുമ്പോൾ ഒരുമാതിരി തോന്നും. ഐ എം സോ സോറി. അപ്പോൾ അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് പറയാം, 54 kg ആണ് എൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. 5 kg കുറഞ്ഞ ഒരാഴ്ച കൊണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു GM ഡയറ്റ് ചെയ്ത് കഴിഞ്ഞുള്ളൂ. എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 1ാമത്തെ വീഡിയോ മുതൽ 7ാമത്തെ വീഡിയോ വരെ കാണാം കേട്ടോ. അപ്പോൾ വണ്ണം കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറ്റാണ്. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയിൽ ആരെങ്കിലും വണ്ണം കുറയ്ക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഹലോ, അപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അത് കാരണം അടുക്കളയിൽ കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും പരിപാടികളും ഉണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളോട് കുത്തിയിരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ എത്ര kg കുറഞ്ഞതെന്ന്. 5 kg ആണ് കുറഞ്ഞത്. ഒരാഴ്ച കൊണ്ട് 5 kilogram കുറയാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. പക്ഷേ എത്രത്തോളാണോ നമ്മൾ കുറഞ്ഞത്, എത്ര വേഗത്തിലാണോ നമ്മൾ വെയിറ്റ് കുറഞ്ഞത്, അതേ വേഗത്തിൽ എൻ്റെ വെയിറ്റ് കൂടും. അതുകൊണ്ട് GM ഡയറ്റ് ചെയ്ത് കഴിയുമ്പോൾ, GM ഡയറ്റ് തന്നെയല്ല ഏതൊരു ഡയറ്റ് ആണെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാം. നമ്മളുടെ ആ കുറഞ്ഞ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ 5 kg കുറഞ്ഞു, എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ പോലെ തന്നെ വെയിറ്റ് തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ 7 ദിവസത്തെ കഷ്ടപ്പാട് വെറുതെ പോകും. അതുകൊണ്ടാണ് കേട്ടോ പറയണേ. GM ഡയറ്റിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. 1ാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നടന്നാലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. 1ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് 5 മുതൽ 7 kg വരെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഡയറ്റാണ്. 2ാമത്തെ കാര്യം നമ്മളുടെ ബോഡിനെ നന്നായിട്ട് ഡീടോക്സിഫൈ ചെയ്യും. അതായത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും വിഷാംശങ്ങളോ അല്ലെങ്കിൽ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പുറന്തള്ളും. പിന്നെ നമ്മളുടെ ദഹന പ്രക്രിയനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ 4ാമത്തെ കാര്യം നമ്മളുടെ സ്കിന്നിനെ നല്ല ഗ്ലോ ആക്കും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ ഒരാഴ്ച നല്ല രീതിയിലൊക്കെ ഫുഡ് കഴിക്കണം. അതായത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കുന്ന ഒരാഴ്ചയാണ്. അപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവട്ടെ, നല്ലൊരു ഫെയർ ആയ പോലെ നമുക്ക് തോന്നും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യം GM ഡയറ്റിൽ. അപ്പോൾ ഞാൻ അഡ്വാൻറ്റേജസ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. GM ഡയറ്റിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് മിക്കവർക്കും അത് കാണാം, ഈ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ മിക്കവർക്കും തലവേദന ഉണ്ടാവും. ചിലർക്ക് ഭയങ്കരമായിട്ട് വീക്ക്നെസ് ഫീൽ ചെയ്യും, ടയർഡ്നെസ് ഉണ്ടാവും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇതൊന്നും താങ്ങാൻ പറ്റാത്ത അത്ര തളർച്ചയും ക്ഷീണമൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ, കണ്ടിന്യൂ ചെയ്യേണ്ട. ഇതൊക്കെയാണ് GM ഡയറ്റിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാം. എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല അല്ലെ ഓരോ ഡയറ്റ്. അപ്പോൾ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വ്യത്യാസം വരും. തലവേദനയൊക്കെ ആണെങ്കിൽ എനിക്കും ചെറിയ രീതിയിൽ തലവേദനയും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് കുടിച്ചു. പിന്നെ അന്നത്തെ ദിവസം ഏത് ഫുഡാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെടുത്തിട്ട് കഴിക്കുക. അപ്പോൾ തന്നെ പൊക്കോളും തലവേദന. പിന്നെ ചിലർക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണത് ഒന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ തലവേദന, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ടും GM ഡയറ്റിൽ തലവേദന വരാം. ഓക്കെ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോഫി ടീ ഒക്കെ കുറയ്ക്കാം. പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക ഫുഡിൽ. കോഫി ടീ ഒക്കെ കഴിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് കഴിക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഗ്രീൻ ടീ ആക്കുക. ഗ്രീൻ ടീ ആണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളുടെ കുറഞ്ഞ വണ്ണം മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ബോഡീനെ ടോൺ ചെയ്യാനും വണ്ണം കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രീൻ ടീ. അപ്പോൾ ഗ്രീൻ ടീനെ പറ്റിയിട്ട് നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തൊരു കണ്ടു നോക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്യാം, നിങ്ങളത് എടുത്തിട്ട് കാണാം.
പിന്നെ ഈ കുറഞ്ഞ വണ്ണം കൂടാതിരിക്കാൻ വർക്കൗട്ട് ചെയ്യുക നന്നായിട്ട്. വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ഒറ്റൊരു ദിവസം കൊണ്ട് തന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്യണം, അല്ലെങ്കിൽ ജിമ്മിന് പോകണം എന്നല്ല കേട്ടോ ഞാൻ പറയണത്. നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് നടക്കാൻ പോവുക, നന്നായിട്ട് നടക്കുക, ഒരു 5-10 ദിവസം നടക്കാം. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ നടത്തത്തിന്റെ ടൈം കൂട്ടി കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റും, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും എക്സസൈസോ ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്ത് തുടങ്ങാം. സുംബ എക്സസൈസ് ചെയ്യാം. ഇപ്പോൾ ഡാൻസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ സുംബ ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ എയറോബിക്സ് അല്ലെങ്കിൽ യോഗ ചെയ്യാം. യോഗയൊക്കെ പുറത്ത് പോയി ചെയ്യണതായിരിക്കും നല്ലത്. നിങ്ങൾ വീഡിയോസ് ഒന്നും കണ്ട് ചെയ്യാതിരിക്കുക, അത് സേഫ് അല്ല. ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ടർ വേണം നമുക്ക് യോഗയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. തന്നെ ഓരോ വീഡിയോ ഒന്നും നോക്കി ചെയ്യാതിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത്രയും നന്നായിട്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോ കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക, ജിമ്മിൽ പോകാന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ആദ്യമൊക്കെ പോയിട്ട് ജിമ്മിൽ പോയി പൈസയൊക്കെ കൊടുത്ത് പിന്നെ പോകാൻ പറ്റാത്ത ഒരവസ്ഥയൊന്നും ആവരുത്. അതുകൊണ്ടാണ് ഞാൻ പറയണത് ജിമ്മിന് ചാടിക്കറി പോകണ്ടെന്ന്. കാരണം ഞാൻ മുമ്പ് അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണത്. നമ്മൾ വിചാരിച്ച പോലെയൊക്കെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഭയങ്കരമായിട്ട് പൈസയൊക്കെ മുടക്കി അതിന് വേണ്ട ആക്സസറീസ് ഒക്കെ വാങ്ങിച്ചിട്ട് പോയാൽ മതി. ഏറ്റവും ബെസ്റ്റ് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യണതാണ്. സുംബ ഒക്കെ പോലത്തെ എക്സസൈസ് ചെയ്യണതാണ്. അതാകുമ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യുന്നുള്ളൊരു ഫീലിംഗും ഇല്ല, നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യാം. ഡാൻസ് ചെയ്യണ പോലെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ എന്നോട് കുറേ പേര് എക്സസൈസ് വീഡിയോസ് ഒക്കെ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോസ് ഇടാം. ഞാൻ പ്രഗ്നൻസിക്ക് ശേഷം വയറ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള എക്സസൈസ് കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു GM ഡയറ്റ് ചെയ്തിട്ട് വണ്ണം കുറച്ചു, ഇനി എപ്പോൾ അടുത്ത GM ഡയറ്റ് ചെയ്യാം. അതായത് ഭയങ്കര വണ്ണമൊക്കെ ഉള്ളവരുണ്ടാവും, എനിക്ക് 5 kg കുറച്ചാൽ പോരാ, ഒരു 15 kg ഒക്കെയാണ് ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ GM ഡയറ്റ് ആദ്യത്തെ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നിങ്ങൾ ഒരു മാസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം അടുത്ത GM ഡയറ്റ് ചെയ്യാം കേട്ടോ. ഒരാഴ്ച ഗ്യാപ്പ് ഒന്നും ഇട്ട് ചെയ്യരുത്, നമ്മൾ ആകെ ടയേർഡായി പോവും. അതുകൊണ്ട് ഒരു GM ഡയറ്റ് കഴിഞ്ഞിട്ട് 1 മന്ത് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം അടുത്ത GM ഡയറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് GM ഡയറ്റിന്റെ കാര്യങ്ങൾ. പിന്നെ എന്നോട് GM ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സബ്സ്ക്രൈബർ. മുടിയൊന്നും കൊഴിയില്ല. കാരണം നമ്മളുടെ ശരീരത്തിന് വേണ്ട കാലറീസും ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ വണ്ണം കുറയ്ക്കുന്നത്. പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ട് GM ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിയില്ല കേട്ടോ, അങ്ങനെ ഒരു പേടി വേണ്ട. അപ്പോൾ GM ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കലേ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ വ്യൂവേഴ്സിൽ നിന്ന്. നല്ല കമൻസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കമൻസും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല മോട്ടിവേഷൻ ആയിരുന്നു. ഓക്കെ, എൻ്റെ കൂടെ കുറച്ചധികം പേരുണ്ട് ഈ പ്രാവശ്യം GM ഡയറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു തോന്നലായിരുന്നു എനിക്ക്. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. പിന്നെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് 29K ആയിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാത്തിനും എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യണേ. എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഞാൻ പറയാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.